എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 5 മണി വരെ നൽകാനുള്ള അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫലം നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 7-ാം തീയതിയോടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട്, അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറായിട്ടുള്ള, അതായത് യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി, അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ ആ ഒരു അക്ഷരങ്ങൾ എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നതാണ്. കാരണം ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷമായിരിക്കും ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കുകയും അതിനുശേഷം അതിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളെയാണ് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയാണ് സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ പരിഗണിക്കുക. അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുകയും നിങ്ങൾക്ക് കോഴ്സ് മാറണം അല്ലെങ്കിൽ സ്കൂൾ മാറണം എന്നുണ്ടെങ്കിൽ, അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് മറ്റൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കോ, അതുപോലെ തന്നെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ, അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ നിങ്ങൾക്ക് മാറുന്നതിനായിട്ട് ഈ ഒരു ട്രാൻസ്ഫർ വഴി സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററിയിലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും ഈ ഒരു സപ്ലിമെൻ്ററി കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.